നമ്മളിപ്പോൾ കുബായിലാണുള്ളത്. ഇപ്പോൾ കുബായിൽ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ മാപ്പ് ഇങ്ങനെ ഒരു ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഡോട്ട് ലൈൻസ് പോകുന്ന ഈ വഴിയാണ് സാധാരണ അറബികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, അഥവാ വടക്ക് ഭാഗത്താണല്ലോ യസ്രിബ് ഉള്ളത്, നോർത്തിലാണുള്ളത്. യസ്രിബിലേക്ക് പോകാൻ യൂസ് ചെയ്യുന്ന വഴി ഇതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസ് ചെയ്ത വഴി, അതായത് സ്വാഭാവികമായിട്ടും റസൂൽ ഹിജ്റ പോകുമ്പോൾ ആളുകൾ കാണാതെ രഹസ്യമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ആളുകളുടെ കയ്യിൽ അകപ്പെടാൻ പാടില്ല, മുശ്രിക്കുകളുടെ കയ്യിൽ, ഖുറൈശികളുടെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. അപ്പോൾ റസൂൽ നേരെ ആദ്യം തെക്കോട്ട് പോയി, സൗത്തിലേക്ക് പോയി, സൗർ ഗുഹയിൽ 3 ദിവസം താമസിച്ചു. പിന്നെ റസൂൽ പോകുന്ന വഴി ഇതാ ഈ ആരോ ലൈൻസാണ്. സാധാരണ വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ വഴിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വരുന്നത്. ഇതിനിടയിൽ പ്രധാനമായി 2 സംഭവങ്ങളുണ്ട്. അതിങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഉമ്മു മഅബദ്, ഖൈമത്ത് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ, അവരുടെ ടെൻറ്റ്, അവരുടെ ഖൈമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. അന്ന് അവർ മുസ്ലിം ആയിട്ടില്ല, പിന്നീട് അവർ മുസ്ലിം. അപ്പോൾ ആ ഒരു ഏകദേശം ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വിശദമായൊരു സംഭവമാണ്. റസൂലിൻ്റെ ഒരു മുഅ്ജിസത്തൊക്കെ പ്രകടമായൊരു സംഭവമാണ്. അത് മാത്രമല്ല, ഉമ്മു മഅബദ് എന്ന് പറയുന്ന ആ സ്ത്രീ റസൂലിനെ കുറിച്ച് അന്ന് പറഞ്ഞ വിശദീകരണമുണ്ട്. റസൂലിൻ്റെ മൊത്തം അവർ ശ്രദ്ധിക്കുകയും റസൂലിൻ്റെ അടക്കവും അനക്കവും റസൂലിൻ്റെ ഗാംഭീര്യവും ഒക്കെ വളരെ വിശദമായി അവർ വളരെ സുന്ദരമായി പ്രവാചകൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി കാണാം. അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം. മറ്റൊന്ന് സുറാഖത്ത് ബിനു മാലിക് എന്ന് പറയുന്ന റസൂലിനെ പിടിക്കാൻ വേണ്ടി ഖുറൈശികൾ 100 ഒട്ടകങ്ങളാണ് അന്ന് ഇനാമായി പ്രഖ്യാപിച്ചത് റസൂലിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക്. അപ്പോൾ അത് മോഹിച്ച് തനിക്ക് തന്നെ അത് കിട്ടണം എന്ന് വാശി കാരണം ആരെയും അറിയിക്കാതെ റസൂലിനെ ഒറ്റയ്ക്ക് പിന്തുടർന്ന് വന്ന് അവസാനം റസൂലുമായി അന്നുണ്ടായ സുറാഖത്ത് ബിനു മാലിക് ബിനു ജുഅശും എന്ന് പറയുന്ന ബനു മുദ്ലിജ് ഗോത്രക്കാരനായ സുറാഖയുടെ സംഭവം അത് ഏകദേശം ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, മദീനയിലേക്ക് എത്തുന്നത്. സത്യം പറഞ്ഞാൽ മദീന എന്ന് പറഞ്ഞാൽ അന്ന് ഇതൊന്നും മദീനയല്ല. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖുബായിലാണ് റസൂൽ ആദ്യം എത്തുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെയാണ്. ഖുബായിൽ നിന്ന് പിന്നെയാണ് ഇവിടെ 4 ദിവസം താമസിച്ചു. മസ്ജിദ് ഖുബാ പണി കഴിപ്പിച്ചു. അതിനൊക്കെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, അഥവാ ഇന്നത്തെ മസ്ജിദ് നബവി ഒക്കെ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. മസ്ജിദ് നബവി ആ സ്ഥലം എത്തി അവിടെ മസ്ജിദ് നബവി ഒക്കെ പണി കഴിപ്പിക്കുന്നു. അപ്പോൾ ഇതതിൻ്റെ മൊത്തത്തിലുള്ളൊരു മാപ്പാണ്. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ വെവ്വേറെ തന്നെ വിശദീകരിക്കാം.